ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് ആൻസർ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഐ വോണ്ട് ടീച്ച് യുവർ പാൻക്രിയാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ജാപ്പനീസ് ആനിമേറ്റഡ് മൂവി ഞാൻ കണ്ടു. എടാ ഭയങ്കര അടിപൊളി. നിങ്ങൾ ചിലപ്പോൾ ഈ മൂവി കണ്ടിട്ടുണ്ടാവും, കാരണം ഇത് മുന്നേ ഇറങ്ങിയത് 2018 അങ്ങനെ കുറച്ച് മുന്നേ ഇറങ്ങിയത്. എന്നോട് കുറേ പേര് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടാണ്. സോ കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. സോ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് 2 പേരുണ്ടാവും, ഒരു ചെക്കനും പെണ്ണും. റൊമാൻറ്റിക് ആണല്ലോ. അപ്പോൾ ചെക്കൻ എന്ന് പറഞ്ഞാൽ പക്ക ഇൻട്രോവേർട്ടാണ്, ആരോടും അങ്ങനെ സംസാരിക്കും, അങ്ങനത്തെ സംഭവങ്ങളില്ല. ആകെ ഉള്ളത് കുറച്ച് ബുക്കൊക്കെ വായിക്കും, കുറച്ചല്ല അത്യാവശ്യം കുറേ ബുക്കൊക്കെ വായിക്കും. പിന്നെ പെണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രോവേർട്ടും ക്ലാസ്സിൽ അത്യാവശ്യം ആക്റ്റീവൊക്കെ അങ്ങനത്തെ ഒരു പെണ്ണുമാണ്. സോ ഇവർ രണ്ടാളും വരുന്ന ചെറിയൊരു റിലേഷനാണ്. അത് ഭയങ്കര രസമാണ്. ഫസ്റ്റൊക്കെ ഇങ്ങനെ സാധാ പോലെ ഇങ്ങനെ നൈസായിട്ട് പോയിട്ട് ലാസ്റ്റിലേക്ക് ഭയങ്കര അടിപൊളിയാവും. അതായത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് ചാവാൻ കിടക്കുകയാണ്. 30 എപ്പോൾ വേണമെങ്കിലും ചാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാൻക്രിയാസ് അടിച്ചു പോയതാണ്. സോ എപ്പോഴാണ് ചാവാന്നൊന്നും ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, എന്നിട്ട് പോലും അതിൻ്റെ ഇടയിലൊരു റിലേഷനൊക്കെ വന്ന് പിന്നെ ഭയങ്കര അടിപൊളി. ലാസ്റ്റിലേക്കൊക്കെ വളരെ ഡയറി വായിക്കുന്ന സീനുണ്ട്. എൻ്റെ മോനെ ഞാൻ അങ്ങനെ ഞാൻ കിടന്ന് കരയും. ഭയങ്കര അടിപൊളി സാധനം. ഇതിപ്പോൾ ആനിമേറ്റഡാണ്, ജാപ്പനീസ് ആനിമയാണ്, ചെറിയ മക്കളതാണ്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇത് നൈസാണ്. ഒരു കിടിലൻ സ്റ്റോറിയൊക്കെ നമുക്ക് തരുന്നുണ്ട്. പറ്റെങ്കിൽ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടാണ് നിങ്ങളെ ഫ്രണ്ട്സിനോട് കാണാൻ പറയും. വേണം ഈ വീഡിയോ ഒക്കെ അയച്ചെടുത്തോ. ഈ വീഡിയോ കണ്ടാൽ തന്നെ അങ്ങനെ അവർക്ക് കാണാൻ തോന്നും. ഇനി ഞാൻ കാര്യമായിട്ടൊന്നും പറയില്ലല്ലേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഓക്കെ, കാണാം.